പ്രകൃതിയുടെ ശാന്തതയിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കോടമഞ്ഞിന്റെയും പച്ചവിരിച്ച മലനിരകളുടെയും സൗന്ദര്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് കേട്ടോ. തെന്മല അച്ചൻകോവിൽ റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 13 കണ്ണറ പാലം കഴിഞ്ഞ് കഴുത്തുരുട്ടി റെയിൽവേ സ്റ്റേഷന് സമീപത്തായിട്ട് ഈ കാണുന്ന ഒരു ഓവർ ബ്രിഡ്ജിലൂടെയാണ് എസ്റ്റേറ്റ് റോഡിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ ഇരുവശങ്ങളിലുമായിട്ട് റബ്ബർ മരങ്ങളുടെ ഇടയിലൂടെ മുന്നോട്ട് പോകുന്ന റോഡാണ്. ഇടയിലായിട്ട് ഒരു അരുവിയുടെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് ഈ യാത്ര എന്ന് കേട്ടതിനാൽ തന്നെ നമ്മുടെ ഡിവൈക്ക് മല കയറാൻ കഴിയുമോ എന്നൊരു ആശങ്ക കൂടിയുണ്ട്. യാത്രയുടെ തുടക്കത്തിൽ തന്നെ സ്ഥിരം കാഴ്ചക്കാരായ മയിലും കുരങ്ങനും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. രണ്ടായി തിരിയുന്ന വഴിയിൽ കല്ല് കൊത്തിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ചെറിയ അരുവി കണ്ട് നിർത്തിയതാണ്. ഇതുവരെ അത്യാവശ്യം നല്ല റോഡ് തന്നെയായിരുന്നു. ഇനി ശരിക്കും ഹൈ റേഞ്ച് റോഡുകളുടെ സ്വഭാവം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം തൊട്ട് തേയിലത്തോട്ടം കാണാനാകും. വെളുപ്പിന് വരെ ഇവിടെ ആനകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. ആനപ്പിണ്ടങ്ങൾ അതിന് തെളിവായിട്ട് ചെറിയൊരു ഭയം നൽകുന്നുണ്ട്. ഇടയ്ക്കൊരു നല്ല വ്യൂ കണ്ട് നിർത്തിയതാണ്. കുറച്ച് ഫോട്ടോസും എടുത്തിട്ടുണ്ട്. അമ്പനാട് എസ്റ്റേറ്റിലേക്കുള്ള പ്രവേശന കവാടമാണിത്. ഒരാൾക്ക് 100 രൂപ നിരക്കില 200 രൂപയുടെ പാസ് എടുത്തിട്ടാണ് എൻട്രി എടുത്തിട്ടുള്ളത്. വന്ന വഴിയേക്കാളും ചെറുതും നിറയെ മരങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള വഴിയാണ് ഇനി മുന്നോട്ടുള്ളത്. ഇടയ്ക്ക് തേയിലത്തോട്ടം കണ്ടപ്പോൾ അടുത്ത ഫോട്ടോഷൂട്ട് ആകാമെന്ന് കരുതി. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അട്ടകളുടെ ചെറിയൊരു ആക്രമണം ഉണ്ടായി. ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയൊരു ആപത്ത് തന്നെ കൊണ്ടുവരുന്ന ഒന്നാണ് ഈ അട്ടകൾ. കടിച്ചു തുടങ്ങിയാൽ പിന്നെ എടുത്തു മാറ്റുക ദുഷ്കരമാകും. ഇനിയുള്ള റോഡ് കുറച്ചധികം മോശമാണ്. കാട്ടിലും മേട്ടിലും ഒക്കെ കയറി ഇവനും ശീലമായിരിക്കുന്നു. ഇടയ്ക്കിടെ ഇങ്ങനെയുള്ള ചെറിയ അരുവികൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 13 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആദ്യത്തെ വ്യൂ പോയിന്റിൽ എത്തുന്നത്. ഗൂഗിൾ മാപ്പിൽ 6 കിലോമീറ്റർ ആണ് ദൂരം കാണിച്ചിരിക്കുന്നത്. വഴിയിലെ വളവും തിരിവും ഒന്നും ഗൂഗിൾ കണക്കാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. നല്ല ഒന്നാന്തരം ക്ലൈമറ്റ് ആണിത്. കുറച്ചുകൂടെ നേരത്തെ ആനകളെ ഭയക്കാതെ വന്നിരുന്നെങ്കിൽ ഇതിലും മനോഹരമായൊരു കാഴ്ച നമുക്ക് കിട്ടുമായിരുന്നു. തൊട്ടടുത്തുള്ള മറ്റൊരു മലമുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഇവിടെ യാതൊരുവിധ പ്രൊട്ടക്ഷൻ കമ്പികളോ മറ്റോ ഒന്നും തന്നെ ഇല്ല. സ്വന്തം റിസ്കിൽ ശ്രദ്ധയോടെ നിന്ന് വേണം ഇതൊക്കെ ആസ്വദിക്കാൻ. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് കേട്ടോ. ഇനി മല ഇറക്കം. ഇവിടെയും ഉണ്ട് ട്വിസ്റ്റ്. പോയ വഴിയല്ല, മറിച്ച് ഇവിടെയുള്ളൊരു സ്റ്റാഫ് പറഞ്ഞ മറ്റൊരു വഴിയിലൂടെയാണ് തിരിച്ചുള്ള യാത്ര. വഴി കാണിച്ചു തന്ന അദ്ദേഹത്തിന് ഒരുപാട് നന്ദിയുണ്ടേ. കാരണം വന്ന വഴി കണ്ട കാഴ്ചകൾ ഒന്നുമല്ല, ഇതാണ് ഇനി ശരിക്കുള്ള കാഴ്ച.
രാവിലെ ആനക്കൂട്ടം വന്നതിന്റെ ലക്ഷണം ഇവിടെ നന്നായിട്ടറിയാം. ഇതിലെ കൂടെ ആവണം അവർ കാടിറങ്ങുന്നത്. പൊന്മുടിയെ അപേക്ഷിച്ച് ഇവിടെ യാത്രക്കാർ വളരെ കുറവാണ്. ഇന്നത്തെ യാത്രയിൽ 15ഓളം പേരെ മാത്രമാണ് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ടാവാം പ്രകൃതിയുടെ ശബ്ദം പോലും നമുക്ക് ഇവിടെ ഒരു സംഗീതം പോലെ കേൾക്കാമായിരുന്നു. മനോഹരമായ കുന്ന്, അരുവി, വെള്ളച്ചാട്ടം, തേയിലത്തോട്ടം, താഴ്ന്ന മേഘങ്ങൾ, ഓറഞ്ചിന്റെയും ഗ്രാമ്പുവിന്റെയും ഗന്ധം പേറുന്ന കാറ്റ്, പശ്ചിമഘട്ടത്തിലും അച്ചൻകോവിൽ വനത്തിലും ഒളിഞ്ഞിരിക്കുന്ന പ്രകൃതി സൗന്ദര്യത്തിന്റെ കലവറ. രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഗ്രാമ്പു എസ്റ്റേറ്റ് കൂടിയാണിത്. നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ ഒരു ദിവസം പ്രകൃതിയോടിണങ്ങി മനസ്സും ശരീരവും ശാന്തമാക്കാൻ നിങ്ങൾ തേടുന്ന ഇടങ്ങളിൽ ഒന്നാവട്ടെ ഇനി അമ്പനാടും. താങ്ക് യു.